അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധമായ ഹജ്ജിനോട്, പരിശുദ്ധമായ വലിയ പെരുന്നാളിനോട് അനുബന്ധിച്ച് നമ്മളൊക്കെ ചെയ്യുന്ന പുണ്യമായ കർമ്മമാണ് ബലികർമ്മം എന്ന ഉളിഹിയത്ത് കർമ്മം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മകനായ ഇസ്മായിൽ നബിയെ അറക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ഒരു മടി കൂടാതെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ അറക്കാൻ തയ്യാറാവുകയും അങ്ങനെ അറക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ അള്ളാഹു ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പകരമായിക്കൊണ്ട് ഒരാടിനെ നൽകുകയുണ്ടായി. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മകനായ ഇസ്മായിൽ നബിക്ക് പകരം ഒരു ആടിനെ അള്ളാഹു നൽകി. ഈ ആടിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുക്കുകയും അതിന്റെ ഭാഗമായിക്കൊണ്ട് ലോക മുസ്ലിങ്ങൾ ബലികർമ്മം എന്ന വളരെ മഹത്തായ കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ബലികർമ്മം, ഉളിഹിയ്യത്ത് എന്ന കർമ്മം വളരെയേറെ മഹത്തമായ കർമ്മമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ശേഷി ഉണ്ടാവുകയും എന്നിട്ടും ബലികർമ്മം അറുക്കാൻ അവൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മുടെ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ വരരുത് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ട്. ഈ ഹദീസ് അറിയിക്കുന്നത് ബലികർമ്മം എന്ന മഹത്തായ കർമ്മത്തിനെ നമ്മളൊക്കെ ഉൾക്കൊള്ളണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഷാഫി മദ്ഹബിൽ സുന്നത്ത് മുഅക്കദ, വളരെ പുണ്യമുള്ള സുന്നത്തായിക്കൊണ്ടാണ് ഉളിഹിയത്തിന്റെ സുന്നത്തിനെ കൂട്ടുന്നത്. ഒരാൾക്ക് സാമ്പത്തികമായി കഴിവുണ്ടായിട്ടും ഉളിഹിയത്ത് അറുത്തില്ലെങ്കിൽ അവന് കറാഹത്ത് എന്ന വിധി അവന്റെ മേൽ ബാധകമാകുന്നു. അതുകൊണ്ട് തന്നെ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അള്ളിമു ലഹായാക്കും ഫഇന്നഹാ അല സിറാത്തി മതായാക്കും, നിങ്ങൾ ഉളിഹിയത്തിനെ ബഹുമാനിക്കണം, കാരണം നാളെ മഹ്ശറയിൽ വരുമ്പോ സിറാത്ത് പാലത്തിന്റെ മുകളിൽ നിങ്ങൾക്കുള്ള വാഹനമായി അത് തീരുമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. വളരെയേറെ പുണ്യമുള്ള കർമ്മമാണ് ഉളിഹിയത്ത് കർമ്മം. ഉളിഹിയത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉളിഹിയത്ത് കർമ്മം എപ്പോഴാണ് നിർവഹിക്കേണ്ടത്? പെരുന്നാളിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന് ശേഷം തുടർന്നുള്ള 3 ദിവസത്തിന്റെ ഇടയിലായിക്കൊണ്ട് ഏതെങ്കിലും ഒരു ദിവസത്തിലോ ഏതെങ്കിലും ഒരു സമയത്തോ ചെയ്താൽ ലഭിക്കുന്ന പുണ്യം ലഭിക്കുന്ന കർമ്മമാണ് ഉളിഹിയത്തിന്റെ കർമ്മം. ഉളിഹിയത്തിന്റെ കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് എത്ര വേണമെങ്കിലും ഉളിഹിയത്ത് അറക്കാവുന്നതാണ്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 100 ഒട്ടകത്തെ അറുത്തുവെന്നും അതിൽ 63 ഒട്ടകങ്ങൾ തിരുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം കരം കൊണ്ടെന്നും ബാക്കി 37 ഒട്ടകം മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ചു എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെ മഹത്തായ കർമ്മമാണ് ഉളിഹിയത്തിന്റെ കർമ്മം. നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉളിഹിയത്ത് കർമ്മത്തിലുണ്ട്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉളിഹിയത്ത് അറുത്തു കൊടുക്കുന്ന മൃഗം എങ്ങനെയുള്ളതായിരിക്കണം. ഒട്ടകം, 5 വയസ്സുള്ള ഒട്ടകം, 2 വയസ്സുള്ള മാട്. മാട് എന്ന് പറഞ്ഞാൽ കാള, പശു, എരുമ, പോത്ത് തുടങ്ങിയതിനാണ് മാട് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ 1 വയസ്സുള്ള നെയ്യാട്, അതല്ലെങ്കിൽ നമുക്ക് സാധാരണമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2 വയസ്സുള്ള കോലാട് എന്നിവയാണ് ഉളിഹിയത്തിന് അറക്കേണ്ട മൃഗങ്ങൾ. ഉളിഹിയത്തിന് അറക്കുന്ന മൃഗങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട പ്രത്യേകമായ ക്വാളിറ്റികൾ, ഉളിഹിയത്തിന്റെ സമയത്ത് 4 കാര്യങ്ങൾ മതിയാകില്ലെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഒന്നാമതായി വ്യക്തമായ അന്ധത ബാധിച്ച മൃഗം ബലിയറക്കാൻ പാടില്ല. വ്യക്തമായി മടന്ത് ബാധിച്ചതും ഉളിഹിയത്തിന് അറക്കാൻ പാടില്ല. വ്യക്തമായ രോഗം ബാധിച്ച മൃഗത്തെയും ഉളിഹിയത്തിന് അറക്കാൻ പാടില്ല. പൂർണ്ണമായി മെലിഞ്ഞു പറ്റിയ മൃഗവും ഉളിഹിയത്തിന് പറ്റൂല.
മണിയടിച്ച മൃഗം ഉദയത്തിന് ഇറക്കാൻ പറ്റും. അതുപോലെ തന്നെ വൽ മക്സൂറിൽ കർണി, കൊമ്പ് വെട്ടിയ മൃഗവും ഉദയത്തിന് പറ്റുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വലാത്തുസീൽ മക്തുഅത്തുൽ ഉദുൻ, ചെവി മുറിഞ്ഞ മൃഗം ഉദയത്തിന് ഇറക്കാൻ പാടില്ല. പാല് മുറിഞ്ഞ മൃഗവും ഉദയത്തിന് ഇറക്കാൻ പാടില്ല. സാധാരണ രീതിയിൽ ഇന്നൊക്കെ നമ്മൾ മൃഗത്തിന് പല മാടുകളുടെയും ആടുകളുടെയും ചെവിയിൽ ദ്വാരമുണ്ടാക്കുന്നു. അതിനെ ചില അടയാളപ്പെടുത്താൻ വേണ്ടിയൊക്കെ ദ്വാരമുണ്ടാക്കുന്നതായി നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഇത് ശരിക്ക് ഷാഫി മദ്ഹബിന്റെ പ്രബല അഭിപ്രായ പ്രകാരം, ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായ പ്രകാരം ചെവി മുറിഞ്ഞാലും അത് കഷ്ണമായി പോയാലും അതിൽ ദ്വാരമുണ്ടാക്കിയാലും ഉദയത്തിന് പറ്റൂല എന്നതാണ്. എന്നാൽ അപ്രബലമായ അഭിപ്രായ പ്രകാരം അത് ഉദയത്തിന് ഇറക്കാവുന്നതാണ്. അങ്ങനെ ദ്വാരമുള്ള മൃഗത്തെ ഉദയത്തിന് ഇറക്കാവുന്നതാണ്. മഹാനായ മാലിക് ഇമാമിനും മഹാനായ അബൂ ഹനീഫ ഇമാമിനും ഇതേ അഭിപ്രായമാണ്. അങ്ങനെ ദ്വാരമുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നാണ് അവരുടെ അഭിപ്രായം. ഉദയത്തിന് ഇറക്കാൻ ഏറ്റവും മുന്തിയ മൃഗം തടിയുള്ള വെളുത്ത ആൺമൃഗമാണ്. അതുപോലെ തന്നെ നിറവ്യത്യാസത്തിനും ശ്രേഷ്ഠതയുമായി ബന്ധമുണ്ട്. വെളുത്ത നിറമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഉദയത്തിന് മൃഗം. അത് കഴിഞ്ഞാൽ മഞ്ഞ നിറം, മങ്ങിയ വെളുപ്പ്, നീല നിറം, ചുവപ്പ് നിറം, ഇതൊക്കെയാണ് ഉദയത്തിന് ഏറ്റവും നല്ല നിറങ്ങൾ. ചുവപ്പും വെളുപ്പും കലർന്ന നിറങ്ങളും കറുപ്പും വെളുപ്പും കലർന്ന നിറങ്ങളും മാണ് ഏറ്റവും നല്ലത്. ഉദയത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ, നിർബന്ധ ബാധ്യത അല്ലെങ്കിലും ഏറ്റവും മുൻഗണന